ഷാനവാസ് വെറും വാഴയാണെന്ന് ആദില. അല്ല മോളെ, ഈ വാഴയുടെ കൂടെ ആയിരുന്നില്ലേ ഇത്രയും നീളം നിങ്ങൾ കമ്പനി കൂടി നടന്നിരുന്നത്? ഇപ്പോഴാണോ മോൾക്ക് തോന്നിയത് വെറും വാഴയാണെന്ന്? അതുമാത്രമല്ല, ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി ഹിറ്റ്ലർ ആണത്രേ. ഹിറ്റ്ലർ, ഈ വീട്ടിലുള്ള എല്ലാവരും ഹിറ്റ്ലർ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ അത് വിചാരിച്ചില്ലേ, ഇപ്പോഴാണ് അത് മനസ്സിലാവുന്നത് ഹിറ്റ്ലർ ആണെന്നുള്ള കാര്യം. ഇയാൾ എന്തിനു കൊള്ളാം വെറും വാഴ എന്ന്. കൊള്ളാം കൊള്ളാം, ഇതിനുള്ള ഉത്തരം ഞാൻ പിന്നെ പറയാം. പിന്നെ നമ്മുടെ അനുമോള് ഇന്ന് എല്ലാവരുടെ അടുത്തും മിണ്ടാതെ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഷാനവാസ് വന്ന് അനുമോളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അത് ഷാനവാസ് ആദിലയെ കുറിച്ചും നൂറിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ആദിലയുടെ അടുത്ത് ഞാനും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദില പെരുമാറിയ രീതിയെ കുറിച്ച് പറയുമ്പോൾ അനുമോള് അവിടെ ഒരു വാക്ക് പോലും മോശമായി സംസാരിക്കാതെ അവിടെ ഷാനവാസിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷെ നേരെ തിരിച്ച് നിങ്ങൾ ആദിലേനെയും നൂറേനെയും എടുത്ത് കാണിച്ച സമയത്തുണ്ടായ സംഭവങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആദിലയും നൂറയും ഇന്ന് എന്തൊക്കെയാണ് അനുമോളെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അക്ബറും ആര്യനും. ആര്യനെ അങ്ങ് വെളുപ്പിച്ചെടുത്ത് അക്ബറിനെ മറ്റൊരു ഭാഗത്തും അങ്ങ് വെളുപ്പിച്ചെടുത്തു. ബിഗ് ബോസെ കുറെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു രണ്ടുപേരെയും അങ്ങ് വെളുപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പൊ ആര് ചെയ്ത കാര്യം എങ്ങാനും അനുമോളായിരുന്നു ചെയ്തതെന്ന് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലുണ്ടാവാൻ പോകുന്ന പുകില് എന്തൊക്കെയായിരുന്നു. ഇന്നിപ്പോ ഒരു പുകിലും ആർക്കുണ്ടാകണ്ട. ആകെ സംസാരിച്ചത് അനീഷും ഷാനവാസും. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. സംഭവം കാര്യമായിട്ട് നമുക്ക് പറയാം. നമ്മുടെ ആദിലയും നൂറയും ഇന്ന് അനുമോളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അല്ല, അനുമോള് അവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അപ്പോൾ സംസാരിക്കാതിരിക്കുന്നത് കൊണ്ട് ആദിലയും നൂറയും എല്ലാവരുടെ അടുത്തും ചെന്ന് അനുമോളെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അക്ബറിന്റെ അടുത്തും ആര്യന്റെ അടുത്തും. ആര്യം പറയുന്നുണ്ട്, ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണോ, എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്, ഞാൻ വിചാരിച്ചു ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഓക്കെ ആവുന്നു, അപ്പൊ ഇത് മുഴുവൻ ഇങ്ങനെ ഗെയിം കളിക്കാനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആര്യൻ കളിയാക്കുന്നുണ്ട്. അക്ബറും അവിടെ പറയുന്നുണ്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുന്നതാണ് എന്ന് പറയുന്നത്. അവർ രണ്ടുപേരും പറയുന്നത് ഞാൻ അങ്ങ് വിട്ടു, കാരണം അവര് അനുമോളുടെ ശത്രുപക്ഷത്ത് നിന്ന് ഗെയിം കളിക്കുന്നവരാണ്, അതുകൊണ്ട് അതങ്ങ് പോട്ടെ നിൽക്കാം. പക്ഷേ ഇതിന് ചുക്കാൻ പിടിച്ച് ഇത് മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? ആദിലയും നൂറയും. ഇന്നലെ രാത്രി ഉണ്ടായ സംഭവത്തിൽ ആ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ അവളുടെ അടുത്ത് കൂടെ നിന്നില്ല, ഞങ്ങൾ അവൾക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് അവൾ മിണ്ടാത്തത് എന്ന് ഇവർ പറയുന്നുണ്ട്. അതേസമയം നമുക്ക് അപ്പുറത്ത് ഷാനവാസും അനുമോളും ഇരുന്ന് സംസാരിക്കുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട്. ഷാനവാസ് എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. പിന്നീട് ഷാനവാസ് പറയുന്നുണ്ട് ഞാനും ആദിലയുടെ അടുത്ത് മിണ്ടുന്നില്ല, നൂറയുടെ അടുത്ത് വലിയ കുഴപ്പമില്ല, ആദില വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്, 1 തവണ 2 തവണ അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് പഠിക്കണം, ഇത് ഒരുപാട് തവണയായി, ഇനി ഞാനത് പഠിക്കാതെ എന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ ഇനി ആദിലയുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ അനുമോൾ പറയുന്നുണ്ട് അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യേ, അത് നിങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്യേ, അത് അവർ തമാശ രീതിയിൽ പലതും പറഞ്ഞതാണ്, സീരിയസ് ആക്കല്ലേ എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. ഇവിടെ ആദിലയും നൂറയും കുറിച്ച് ഇവിടെ ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നോ അനുമോൾക്ക്? അല്ലെങ്കിൽ അവിടെ അനീഷു ഒന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അനുമോൾ, എന്താണ് പ്രശ്നമെന്ന്. അവിടെ അനീഷു ഒന്ന് ചോദിക്കുമ്പോഴും ഇവരെക്കുറിച്ച് ഒന്നും തന്നെ മോശമായിട്ട് അനുമോൾ അവിടെ പറയുന്നില്ല. ഇവിടെയാണ് ആദിലയും നൂറയും അനുമോളും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് തോന്നിയത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ അനുമോളെ എങ്ങനെയൊക്കെ കുറ്റം പറയാൻ പറ്റുമോ അതുപോലെ കുറ്റം പറഞ്ഞ് നടക്കുമ്പോൾ അതേ സമയത്ത് അനുമോൾ ഇവരുടെ അടുത്ത് മിണ്ടുന്നില്ല. സംഭവം ശരിയാണ്, പക്ഷേ അവിടെ അവരെക്കുറിച്ച് കുറ്റം പറയുകയും മോശമായിട്ട് മറ്റുള്ളവർക്ക് സംസാരിക്കുകയും ഒന്നും ചെയ്യുന്നില്ല. ഇനി ഇതിൽ കൂടുതൽ ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്നു. ബാക്കി നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷനൊക്കെ കൃത്യമായിട്ട് തന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നില്ലല്ലോ. ആ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് ഈ ഒരൊറ്റ കാരണം മാത്രം മതി. പക്ഷേ അനുമോളോട് പറയുന്നുണ്ട് അവരുടെ അടുത്ത് മിണ്ടാതെ നടക്കുന്നതിന് ഒരു റീസൺ എന്ന് പറയുന്നത് ഇന്ന് ഒറ്റയ്ക്ക് ടാസ്ക് കളിക്കണം. കഴിഞ്ഞ ദിവസം ആ പാവ ടാസ്ക് ഇവരെല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് അനുമോൾക്ക് അത്രയും പോയിന്റ് കിട്ടിയതെന്ന് എല്ലാവരും പറയുന്നു. എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഒറ്റയ്ക്ക് ടാസ്ക് കളിച്ച് ഞാൻ ഒറ്റയ്ക്കാണ് കളിക്കുന്നതെന്ന് പ്രൂവ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഒറ്റയ്ക്ക് നിന്ന് ആരോടും മിണ്ടാതെ നിൽക്കുന്നത്. പിന്നെ ഇന്നലത്തെ സംഭവങ്ങളൊക്കെ കാരണം കുറച്ചധികം അനുമോൾക്ക് വിഷമമായിട്ടുണ്ടായിരുന്നു. അവിടെ അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ട് കുറച്ചൊക്കെ, എന്നിരുന്നാൽ പോലും അവിടെ ആദിലയും നൂറയുമാണ് അത്രയും പ്രശ്നങ്ങൾ വഷളാക്കിയതും കൂടെ നിൽക്കേണ്ടവർ പോലും അവിടെ കൊത്തി തിന്നാനായിട്ട് അല്ലെങ്കിൽ കൊത്തി വലിച്ചു കയറാനായിട്ട് ഇട്ടുകൊടുക്കുന്നതായിരുന്നു. അത് അനുമോൾക്ക് ഉള്ളുകൊണ്ട് മനസ്സിലായിട്ടുണ്ട്. പുറമേക്ക് അത് പൂർണ്ണമായിട്ട് കാണിക്കുന്നില്ല. ആദിലേനെയും നൂറേനെയും കുറിച്ച് അവിടെ കുറ്റം പറയുന്നില്ല എന്ന് മാത്രം. അതാണ് എനിക്ക് തോന്നിയത്. ഇന്ന് ആദിലയും നൂറയും അവിടെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് അനുമോളെ കുറിച്ചും ഷാനവാസിനെ കുറിച്ചും ഒക്കെ വളരെയധികം മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ആദില പറയുന്നതാണ് ഷാനവാസ് വെറും വാഴയാണത്രേ, വാഴ.
ഈ പെങ്കുച്ചിനെ ഇത്രയും നാളും ഷാനവാസുക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകെ നടന്നിട്ട് ഇപ്പോ ഷാനവാസ്, അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് 4 ചീത്ത വിളിച്ചപ്പോ ഷാനവാസ് വെറും വാഴയായിരുന്നു. അല്ല, ഇവളുമാരുടെയൊക്കെ വിചാരം എന്താണ്? പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങൾക്ക്, ഞങ്ങളുടെ സപ്പോർട്ട് കണ്ടിട്ടാണ് ഈ അനുമോളും ഷാനവാസും ഞങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്നത് എന്നാണോ ഇവര് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? അല്ല, സംഭവം ഇവരുടെ സംസാരം കേൾക്കുന്ന സമയത്ത് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ പറയുന്നുണ്ട് ഷാനവാസ് ഇവിടെ ഹിറ്റ്ലർ കളിച്ച് നടക്കാണ്. ഇപ്പോൾ ഇവിടെ 4 പെണ്ണുങ്ങളാണുള്ളത്. ഇപ്പൊ ഈ 4 പെണ്ണുങ്ങൾക്കാണ് ഹിറ്റ്ലർ കളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് ആ പരിപാടിക്ക് വരണ്ട. മുമ്പ് ഈ വീട്ടിലുള്ള എല്ലാവരും അങ്ങനെ വിളിച്ചിരുന്ന സമയത്ത് അതിന്റെ കാര്യം മനസ്സിലായിരുന്നില്ല. ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് ഹിറ്റ്ലർ കളിക്കാനായിട്ട് വന്നിരിക്കുന്ന അയാളെന്ന്. ഇവളുമാരെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും നാളും ഇവർക്ക് വേണ്ടിയിട്ട് അവിടെ നിലകൊണ്ട് ഇവരെ വേണ്ടി സപ്പോർട്ട് ചെയ്ത്, ഇവർ തെറ്റ് ചെയ്യുമ്പോൾ പോലും ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിന്ന ഷാനവാസ് ആരായി? അല്ലെങ്കിൽ ഷാനവാസിനെ കിട്ടണമെന്നേ ഞാൻ പറയുള്ളൂ. ഇവളുമാരെ പോലെയുള്ളവരൊക്കെ കൂടെ നിന്ന് അവിടെ ഒറ്റയ്ക്ക് കളിക്കേണ്ട ഗെയിം കൊണ്ട് നശിപ്പിച്ച് കുളമാക്കി ഇല്ലാണ്ടാക്കിയത് ഷാനവാസ് തന്നെയാണ്. മര്യാദയ്ക്ക് ഗെയിം കളിച്ചിരുന്ന ആള് എന്ന് ഇവരൊപ്പം കൂടിയോ അന്ന് ഗെയിം ഇല്ലാതായതാണ്. അതിനുശേഷം ഷാനവാസിന് പിന്നെ ഉയരാൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ ഷാനവാസിനെ തള്ളി പറഞ്ഞ് ഇത്രയും മോശക്കാരനായിട്ട് അവിടെ സംസാരിക്കുന്നു. അവിടെ ഷാനവാസ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കുറിച്ച് ഇവിടെ വെച്ച് ഡിസ്കസ് ചെയ്തു എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന്. അപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇതൊക്കെ ഷാനവാസ് കാണുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ? എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഇപ്പോ അനുമോള് വീണ്ടും പാതിരാത്രി ഇവരുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്, ഹാപ്പി ആയിട്ട് വന്ന് സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പക്ഷെ അനുമോള് പുറത്തിറങ്ങുമ്പോൾ ഇവളുമാർ ഇതൊക്കെയാണ് കാണിച്ചു കൂട്ടിയതെന്ന് തിരിച്ചറിയുമ്പോഴത്തെ അവസ്ഥ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പുറത്തിറങ്ങിയിട്ട് ഇതേ ഫ്രണ്ട്ഷിപ്പ് ഇവർ തുടരുന്നു. ഇനി പിന്നെ ഇത് ഗെയിമല്ലേ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നല്ല ഫ്രണ്ട്സ് ആയിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തുടരാമായിരിക്കാം. പക്ഷേ അത് വേണ്ട എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. എന്താ വെച്ചാൽ കൂടെ നിന്ന് ചതിക്കുന്നവരാണെന്ന് ഇതിനുള്ളിൽ തന്നെ തെളിയിച്ചു കഴിഞ്ഞു പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിലും വലിയ ചതിയെ ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ. എന്ന് വെച്ചാൽ വിശ്വസിക്കാൻ പറ്റുന്നവരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പൊ അക്ബറിന്റെ വിഷയം തന്നെ എടുക്കും നിങ്ങൾ. അക്ബർ അവിടെ ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഗെയിമിന്റെ ഭാഗമായിട്ട് പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അക്ബറിന് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാവും, അക്ബറിന് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോ, കൂടെ നിൽക്കുന്നവരെ അക്ബർ എപ്പോഴെങ്കിലും ചതിക്കുന്ന കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കൂടെ അക്ബറിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കാല് വാരുന്നത് കണ്ടിട്ടുണ്ടോ? എന്തിന്? ഇന്നത്തെ ഒരൊറ്റ ടാസ്ക് മാത്രം ഞാൻ ഉദാഹരണം പറയുന്നു. ആര്യൻ ഇപ്പൊ അക്ബറിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ആര്യൻ ഇന്നത്തെ ടാസ്കില് അവിടെ അത് ഒളിപ്പിച്ചു, സ്ക്രാച്ച് കാർഡുകൾ ഒളിപ്പിച്ച സമയത്ത് ബിഗ് ബോസ് അത് പിടിച്ചു. എന്നിട്ട് ആര്യനെ എന്താണ് ഒളിപ്പിച്ചതെന്ന് ചോദിച്ചു അവിടെ വിഷയങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അവിടെ അനീഷും ഷാനവാസാണ് ആര്യനെ ഏറ്റവും കൂടുതൽ എതിർത്തത്. ബാക്കി ആരും എതിർത്തില്ല. ഇപ്പൊ അക്ബർ അവിടെ ആര്യന്റെ സ്ഥാനത്ത് അനുമോളോ ഷാനവാസോ ആരെങ്കിലും ആയിരുന്നു എന്നുണ്ടെങ്കിൽ അക്ബർ നവീനൊക്കെ പിന്നെ വെച്ചേക്കൂ. എന്തായിരിക്കും അവിടുത്തെ സിറ്റുവേഷൻ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പക്ഷെ ഈ പറയുന്ന അക്ബർ അവിടെ ആര്യനെ ചെറുതായിട്ടൊന്ന് എതിർത്ത് സംസാരിച്ചു, ചെറുതായിട്ട്, വളരെ നൈസായിട്ട് എന്നല്ലാതെ അക്ബറിന്റെ കൂടെ നിർത്തി അല്ലെങ്കിൽ അക്ബറിന്റെ അതുപോലെ ആര്യനെ സപ്പോർട്ട് ചെയ്ത് നിന്നു അക്ബർ. ഇതാണ് ഞാൻ പറഞ്ഞത് അക്ബറിന്റെ ക്യാരക്ടർ. അതായത് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ടിന് വേണ്ടിയിട്ട് നിലകൊള്ളാനായിട്ട് അക്ബറിനെ കിട്ടും എന്നുള്ളൊരു കാര്യം. ഇന്ന് ആ ഒരു കാര്യത്തിൽ അക്ബർ പോസിറ്റീവായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പറയുന്ന ആദിലയും നൂറയും പോലെയല്ല, തികച്ചും വ്യത്യസ്തമാണ് അക്ബറിന്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയും. ഇവിടെ ആദില വന്നിട്ട് ഇന്ന് കുറ്റസമ്മതമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു, ഞാനാണത് മോഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ട് അക്ബർ അവിടെ ഇരുന്ന് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. സംഭവം കാണുന്ന സമയത്ത് നമുക്കൊരു സങ്കടം വിഷമൊക്കെ തോന്നും കേട്ടോ. എനിക്കും തോന്നി പാവണ്ട് അക്ബർ, എല്ലാവരും കൂടി ഒറ്റപ്പെടുത്താണോ പാവത്തിനെ, അവിടെ എത്രത്തോളം വിഷമിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്കും തോന്നി. പക്ഷെ പിന്നൊരു വശം ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. ഈ ആര്യനെയും അക്ബറിനെയും വെളുപ്പിക്കാനാണോ ബിഗ് ബോസിന്റെ ശ്രമം എന്നൊരു സംശയം എന്റെ മനസ്സിൽ തോന്നി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? ഇവിടെ ആര്യൻ സ്ക്രാച്ച് കാർഡ് ഒളിപ്പിച്ച് ഇത്രയും സീന് ലൈവിലുണ്ടായിട്ട് ഇതൊന്നും തന്നെ എപ്പിസോഡിൽ അവർ കാണിച്ചില്ല. കൂളായിട്ട് അവിടെ ആര്യനെ പോയിന്റ് കിട്ടുന്നതാണ് നമുക്ക് കാണിച്ചത്. ഇപ്പൊ ആര്യ ചെയ്തത് ഒരു തെറ്റല്ലാതെ ഈ ആര്യനെ അങ്ങ് വെളുപ്പിച്ചെടുത്തു. അതുപോലെ തന്നെ അക്ബർ അവിടെ ഒറ്റപ്പെട്ട് നടക്കാണ്, അക്ബർ പാവാണ്, അക്ബർ ഇത്രയും വിഷമിച്ചിരിക്കുന്നു എന്നൊക്കെ അക്ബറിന്റെ കരച്ചിലും സീനും ഒക്കെ കാണിച്ചതുകൊണ്ട് ഒരുപാട് പ്രേക്ഷകർക്ക് അതും തോന്നിയിട്ടുണ്ടാവില്ലേ. അപ്പൊ അക്ബറും ആര്യനും അവിടെ മൊത്തത്തിൽ അങ്ങ് വെളുത്തെടുത്ത പോലെ എനിക്ക് തോന്നി. ബിഗ് ബോസിന്റെ പ്ലാനിങ് ആണോ അതോ ഡയറക്ടർ പ്ലാനിങ് ആണോ, ആരുടെ പ്ലാനിങ് ആണ് സംഭവം എന്നറിയില്ല. എന്തായാലും അക്ബറിനെയും ആര്യനെയും ഒന്ന് വെളുപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ടെന്ന് ഇക്കാര്യത്തിൽ തോന്നാതിരുന്നില്ല കേട്ടോ. പിന്നെ അനുമോളിന്ന് കിച്ചണിലൊന്നും കയറിയിട്ടില്ല, പകരം നെവിൻ കയറിയിട്ട്
കിച്ചണിൽ അങ്ങ് മേയുന്നുണ്ട്. അനുമോളുടെ വാശിപ്പുറത്താണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും പണിയെടുക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എന്താ വെച്ചാൽ പണിയെടുക്കാതെ തിന്നാനായിട്ട് മിടുക്കനായിരുന്നു ഇത്രയും നാളും, കട്ടും മോഷ്ടിച്ചും. ഇനിയെങ്കിലും ഒന്ന് പണിയെടുത്ത് തിന്നട്ടെ എന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്തായാലും അനുമോള് കിച്ചണിൽ നിന്ന് കുറച്ചെങ്കിലും മാറി നിന്ന അനുമോൾക്ക് കൊള്ളാമെന്നാണ് തോന്നിയത്. ആ കിച്ചണിൽ കിടന്നിട്ട് വല്ലാത്തൊരു ഭരണമാണ്. എന്നിട്ട് എല്ലാവരും കൂടി ഇന്ന് കിച്ചണിൽ നിന്ന് അനുമോളെ കളിയാക്കുന്നുണ്ട്. ഓ, ഇപ്പൊ അനുമോള് കൂടി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇത്ര നേരമായിട്ട് കഴിഞ്ഞില്ലേ, ഇതിങ്ങനെയല്ല ചെയ്യുക, അങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് ഡയലോഗ് അലക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ അനുമോളെ കളിയാക്കുന്നുണ്ട്. അനുമോൾ അവിടെ ഒറ്റയ്ക്ക് മാറിയിരിക്കുകയാണല്ലോ. അപ്പൊ കിട്ടിയ അവസരത്തിന് അനുമോളെ എങ്ങനെ കുത്താന്ന് ആലോചിച്ച് നടക്കുന്ന കുറെ എണ്ണത്തിനെയാണ് ഞാൻ അവിടെ കണ്ടത്. സത്യം പറഞ്ഞാൽ അനുമോള് കുണുമോള് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കളിയാക്കുന്നത് കാണാം. പക്ഷേ അനു ഇല്ലാന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ആ ഷോ തന്നെ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ആര് വേണമെങ്കിൽ അവിടെ വിജയിക്കാം, തോൽക്കാം, ഒക്കെ സംഭവിക്കാം. ഇപ്പൊ ചിലപ്പോൾ അനീഷ് കപ്പെടുക്കാം, അനുമോള് കപ്പെടുക്കാം, ഇനിയിപ്പോ വേറെ ആരെങ്കിലും കപ്പെടുക്കാം, ഒക്കെ സംഭവിക്കാം. പക്ഷേ സീസൺ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടുപേരും മെയിൻ ആയിട്ട് അറിയപ്പെടുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് അനീഷ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് ഓളങ്ങളൊക്കെ. ആ ഓളങ്ങൾ ഉള്ളത് കൊണ്ട് അനീഷിനെ കുറച്ച് പേരെങ്കിലും അറിയും എന്നുള്ളത് ഷുവറാണ്. അതുപോലെ തന്നെ ഈ ഷോയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിന്നുള്ളത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുമോളാണ്. ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അടങ്ങിയ കണ്ടന്റുകൾ തന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അനുമോളാണ്. അനുമോളെ ബേസ് ചെയ്തിട്ടാണ് സീസൺ 7 മുന്നോട്ട് പോയത് എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ആര് വിൻ ചെയ്താലും ആര് വിൻ ചെയ്തില്ലെങ്കിലും പനി വിൻ ചെയ്താലും എങ്ങനെയാണെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഞാൻ പറയുന്നു, ഈ സീസൺ 7 എന്ന് പറയുന്നത് അനുമോൾ എന്ന വ്യക്തിയാണ് ലീഡ് ചെയ്ത് കൊണ്ടുപോയത്. 100 ദിവസം അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ബിഗ് ബോസ് ഇനിയിപ്പോൾ മറ്റാരൊക്കെയാണ് വിജയിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്കറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിക്കൽ സ്ട്രാറ്റജികളും മറ്റു കാര്യങ്ങളും ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ആഴ്ച ആര് പുറത്തു പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. അപ്പൊ ഈ ആഴ്ച പുറത്തു പോകലൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഉറപ്പിക്കാം ഇവരെന്തൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. അപ്പം ആര് നന്നായിട്ട് ടാസ്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആരിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയതും ടിക്കറ്റ് ഫിനാലേക്ക് ഒരു ചെറിയ കൺസിഡറേഷൻ ഉള്ളതും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ഒരു പോയിന്റ് ആണ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അഭിലാഷിനെ. ഇത്തവണ എന്താണ് ആരിനെ കൊടുക്കുന്നതെന്ന് അറിയില്ല. അത് അവരുടെ പ്രത്യേക ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ ഐഡിയാസ്, എങ്ങനെ വേണം എന്നുള്ള ചിന്തകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കും അതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇന്ന് അക്ബറും ആരിനും കൂടിയിട്ട് നമ്മുടെ ആദിലയുടെ അടുത്ത് നൂറയുടെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, പണപ്പെട്ടിയെക്കുറിച്ച്. പണപ്പെട്ടി എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആദിലേക്ക് നൂറയ്ക്കും അപ്പോഴാണെന്ന് തോന്നുന്നു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ വന്നിട്ടുള്ളത്. പണപ്പെട്ടിയുള്ള സമയത്ത് രണ്ടുപേരും ബിഗ് ബോസ് വീടിനുള്ളിലുണ്ടെങ്കിൽ ഒരാൾ പണപ്പെട്ടി എടുത്ത് പുറത്ത് പോകണം, ഒരാൾ മാത്രം ഇവിടെ നിന്നാൽ മതി. എന്നിട്ട് പുറത്തു നിന്ന് മറ്റാളെ സപ്പോർട്ട് ചെയ്യുക. ഈ പണം പോകുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയല്ലേ, ഒരു വീട്ടിലേക്കല്ലേ പോകുന്നത്, അതല്ലേ ഏറ്റവും നല്ലത് എന്ന് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അക്ബറും ആര്യനും കൂടി. എന്തായാലും ആ ഐഡിയ ഏറ്റിട്ടുണ്ട്. അവിടെ ആദില നൂറും രാത്രി നിന്ന് സംസാരിക്കുന്നുണ്ട്, പണപ്പെട്ടിയെ കുറിച്ച്, എടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആദില നൂറയും ആ വീട്ടിലുണ്ടോ പണപ്പെട്ടി വരുന്ന സമയത്ത്? അപ്പൊ ഇവരിൽ ഒരാൾ പണപ്പെട്ടി തൂക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും രണ്ടെണ്ണം അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇനിയിപ്പോ ഫിനാലയിൽ വന്നാലും വന്നില്ലെങ്കിലും വിജയിക്കാനൊന്നും പോകുന്നില്ല, ടോപ്പ് 5 വന്നാലും വന്നില്ലെങ്കിലും. പക്ഷേ പണപ്പെട്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ ആ കാശെങ്കിലും രണ്ടെണ്ണത്തിനും കയ്യിൽ കിട്ടുന്നുള്ള കാര്യം ഷുവറാണ്. അപ്പൊ പണപ്പെട്ടി വരുന്ന സമയത്ത് രണ്ടുപേരുണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നാളത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് തീരുമാനിക്കാം. ഇനിയിപ്പോൾ എങ്ങാനും നൂറ് പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മാത്രമേ അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് വീക്ക് പണപ്പെട്ടി എന്തായാലും നെക്സ്റ്റ് വീക്കോ വരാനാണ് ചാൻസ് കൂടുതൽ. അതിപ്പോൾ എങ്ങനെയാണ് ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും അനുമോളൊന്നും പണപ്പെട്ടി എടുക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. ഇനിയിപ്പോൾ ഷാനവാസ് എടുക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഷാനവാസിനെ പുറത്ത് സപ്പോർട്ട് ഉണ്ട് എന്നുള്ള കാര്യം ഷാനവാസിനെ അറിയാം. അപ്പം ഇനി ബാക്കി ആരൊക്കെ ഇത് പ്ലാൻ ചെയ്തിരിപ്പുണ്ടെന്ന് നോ ഐഡിയ. എന്തായാലും ആദില നൂറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ മുഖംമൂടികൾ ഓരോ ദിവസം തോറും അഴിഞ്ഞു വീഴുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രണ്ടെണ്ണം അവിടെ നിന്നിട്ട് എന്തായാലും വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ പണപ്പെട്ടിയും കൊണ്ടെങ്കിലും പോയി കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാതെ ഞാൻ വിചാരിക്കുന്നുള്ളൂ കേട്ടോ.